കായിക മേഖലകളിലേക്ക് നമ്മളുടെ കുട്ടികൾ പലപ്പോഴും പോകാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം സ്പോർട്സ് കഴിഞ്ഞാൽ അവർക്കൊരു ജോലി എവിടെ ലഭിക്കും എന്നുള്ള മാതാപിതാക്കളുടെ ശങ്കയും ഒപ്പം കുട്ടികളുടെ സംശയവുമൊക്കെയാണ്. ഇതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. സത്യത്തിൽ ഒരു കായിക താരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ഫീൽഡിൽ തുടരണം എന്നുണ്ടെങ്കിൽ, കായിക താരം അല്ല എങ്കിൽ പോലും സ്പോർട്സ് രംഗത്തിന് സംഭാവന ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന കാലങ്ങളിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ട് ഒരു കോച്ചിങ്ങിനെ നിയന്ത്രിച്ചിരുന്നത് കോച്ച് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോച്ചിനെ നിയന്ത്രിക്കുന്നത് വേറെ കുല സയൻറ്റിഫിക് സപ്പോർട്ടുകളുടെ ഒരു ടീമാണ് ഒരു കുട്ടിയുടെ കോച്ചിങ്ങിനെ പറ്റി ശ്രമിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും. ഏതാണ്ട് വളരെ പെട്ടെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് അസുഖം വന്നാലും നമ്മൾ MBBS ഡോക്ടറെ കാണാൻ പോകുമായിരുന്നു. കാലം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ അസുഖത്തിൻ്റെ ഗതി അനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ പോകുന്നു, അവരൊരു ടീമായി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ് ആകുവാനും കുറച്ചുകൂടെ കൃത്യതയാകുന്നതിനും വേണ്ടിയാണ്. ഇതുപോലെ തന്നെ കായിക രംഗത്ത് ഒരു കാലത്ത് സത്യത്തിൽ കോച്ചസ് മാത്രം നിയന്ത്രിച്ചിരുന്ന ഒരു മേഖലയായിരുന്നെങ്കിലും അവരെ സഹായിക്കാൻ എന്നവണ്ണം സപ്പോർട്ട് സ്റ്റാഫായി അനേകം മേഖലകൾ വരുന്നുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അക്കാഡമിക് വിങ്ങായ NIS പട്യാല, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് പട്യാല, ഇങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് വേണ്ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. സ്പോർട്സ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്പോർട്സിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ, അഥവാ നിങ്ങൾ സ്പോർട്സ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അഥവാ സ്പോർട്സ് മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഇവർ ഓഫർ ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്, അത് കോച്ചിങ്ങിനോട് യോജിച്ച് പോകുന്ന ഒരു മേഖലയാണ്. രണ്ടാമത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പെർഫോമൻസ് അനാലിസിസ്, അതായത് ഈ പെർഫോമൻസ് ഒക്കെ വളരെ കൃത്യമായിട്ടൊരു കുട്ടിയുടെ മാത്രമല്ല ഒപ്പോണൻ്റെയും അനാലിസ് ചെയ്യും, പഴയകാലത്തെ പെർഫോമൻസ് അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് മേഖലയിലേക്ക് കോച്ചിങ് മാറി എന്ന് വ്യക്തം. മൂന്നാമത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് സൈക്കോളജി. നാലാമത്തത് സ്പോർട്സ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്പോർട്സ് ന്യൂട്രീഷൻ. പഴയ മേഖല പോലെയൊന്നുമല്ല ഇപ്പോൾ നമ്മുടെ കായിക താരങ്ങൾക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഭക്ഷണം വളരെ കൃത്യമായി നിയന്ത്രിച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ മേഖലകളിൽ ഇപ്പോൾ സാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഓരോ PG ഡിപ്ലോമ കോഴ്സുകൾക്കും ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡേർഡ് രീതിയിലുള്ളത് ഞാൻ പറയാം, ബാക്കിയുള്ളത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും, നിങ്ങളവിടെ ചെന്നാൽ മതി. അപ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങിലും പെർഫോമൻസ് അനലിസ്റ്റോ ആണ് നിങ്ങളുടെ ഡിപ്ലോമ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് മാത്രം മതി. ഗ്രാജുവേഷന് ശേഷം നിങ്ങൾ അവർ നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റിൽ പാസ്സാകേണ്ടതായിട്ടുണ്ട്. അഥവാ നിങ്ങൾക്കിനി സ്പോർട്സ് സൈക്കോളജിയിലാണ് നിങ്ങൾക്ക് ഡിപ്ലോമ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ സൈക്കോളജിയിലായിരിക്കണം. സൈക്കോളജിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്താലും മതി, അഥവാ ബാച്ചലർ ഓഫ് സ്പോർട്സ് ആൻഡ് സയൻസ് എന്നോ ബാച്ചലർ ഓഫ് സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ പറയുന്ന ചില കോഴ്സുകൾ ചില യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പോർട്സ് സംബന്ധമായ ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ സ്പോർട്സ് സൈക്കോളജിയിലെ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പോർട്സ് ന്യൂട്രീഷനിലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ന്യൂട്രീഷണൽ കോഴ്സിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്പോർട്സ് സയൻസ് സംബന്ധമായ കോഴ്സുകൾ ചെയ്തിരിക്കണം. വിശദമായ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ 4 കോഴ്സുകളുടെയും പ്രത്യേകത, ഇത് ഒരു വർഷത്തെ കോഴ്സായിരിക്കും. അവർ ഹൈബ്രിഡ് കോഴ്സുകളായിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരിക്കുന്നതെങ്കിലും വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇനിയും അത് ഓഫ്ലൈൻ ആക്കി നടത്താനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. പക്ഷേ അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഓഫ്ലൈൻ കോഴ്സുകൾ നടത്തുകയാണെങ്കിൽ ഈ കോഴ്സ് നടത്തുന്നത് NIS പട്യാലയിലാണ് ഈ കോഴ്സ് നടക്കുന്നത്. അപ്പോൾ അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ കുറേ ദിവസം താമസിക്കേണ്ടി വരുമെന്ന്. പക്ഷേ അവിടെ താമസിക്കുവാനുള്ള എല്ലാ വിശാലമായ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും, സ്പോർട്സ് ഫെസിലിറ്റികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് ഓഫ്ലൈൻ നടത്തണമെന്നുള്ളതാണ് എൻ്റെ വാദം. കാരണം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗ്രാജുവേഷന് ശേഷമുള്ളവർക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ നടത്തും. ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. ഇതിൻ്റെ അവസാന തീയതി ഏപ്രിൽ 30 ഏപ്രിൽ 30 മുമ്പ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ റിട്ടൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂവും ഉണ്ട്.
റിട്ടൺ എക്സാമിനേഷന് 80 മാർക്കും ഇൻ്റർവ്യൂവിന് 20 മാർക്കുമാണ്. ഇൻ്റർവ്യൂ അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ഓൺലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ദൂരെ പോയി കൊടുക്കേണ്ടതായ ഒരു ആവശ്യവും വരുന്നില്ല. റിട്ടൺ എക്സാമിനേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 20 മാർക്ക്, ആകെയുള്ള 80 മാർക്കിൽ 20 മാർക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ജനറൽ അവയർനെസ്സും ജനറൽ നോളജും ഒക്കെ ആയിരിക്കാം. ബാക്കി 60 ക്വസ്റ്റ്യൻസ് വരുന്നതും നിങ്ങളുടെ ഡൊമൈനിൽ നിന്നായിരിക്കും. അതായത് സ്പോർട്സ് സൈക്കോളജിയിലാണ് നിങ്ങൾ ഡിപ്ലോമ ചെയ്യുന്നതെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സ്പോർട്സ് ന്യൂട്രീഷനിലാണ് നിങ്ങൾ ഡിപ്ലോമ ചെയ്യുന്നതെങ്കിൽ ന്യൂട്രീഷൻ സംബന്ധമായ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സത്യത്തിൽ സ്പോർട്സ് ഫീൽഡിൽ നിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ശ്രമിക്കാവുന്നൊരു കോഴ്സാണ് ഈ PG ഡിപ്ലോമ കോഴ്സ്. ഞാൻ ഒരു അനുഭവം കൂടി പറയാം. സാധാരണ ഈ ന്യൂട്രീഷൻ കോഴ്സ് കഴിഞ്ഞ് ഏതാണ്ട് 5-6 വർഷത്തിന് മുമ്പാണ് സായി ഈ ന്യൂട്രീഷനിസ്റ്റിലെ അപ്പോയിൻറ്റ് ചെയ്തത്. ആ വർഷത്തെ ഇൻ്റർവ്യൂ നടന്ന് വന്ന കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ ഏതാണ്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം ഏതാണ്ട് 25,000-നും 30,000-നും മധ്യമായിരുന്നു. സാധാരണ ഹോസ്പിറ്റലിലാണല്ലോ ന്യൂട്രീഷനിസ്റ്റ് ജോലി കിട്ടുന്നത്. ആ സമയത്ത് സായി ഓഫർ ചെയ്ത പേയ്മെൻറ്റ് 75,000 രൂപയായിരുന്നു. ഈ ശമ്പളം കേട്ടപ്പോൾ തന്നെ വന്ന ഇൻ്റർവ്യൂവിന് വന്ന കുട്ടികളൊക്കെ അമ്പരുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. അപ്പോൾ വളരെ നല്ല നിലയുള്ള ശമ്പളം കിട്ടുന്ന ഒരു കോഴ്സാണ്. ഈ ഡിപ്ലോമയിലുള്ളവർക്ക് സാധാരണ ജോലി എവിടെ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസുകളുണ്ട്, സ്പോർട്സ് അക്കാഡമികളുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്പോർട്സ് അക്കാഡമികളും സ്പോർട്സ് യൂണിവേഴ്സിറ്റികളുമൊക്കെ ഇതിന് ഈ ആൾക്കാരെ വെക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വളരെ നിലയിൽ എത്തുന്ന അന്തർദേശീയ താരങ്ങൾ അവരുടെ ഇൻഡിവിജ്വൽ സ്പോർട്സ് സൈക്കോളജിസ്റ്റിനെയും സ്പോർട്സ് ന്യൂട്രീഷൻസിനെയും ഒക്കെ വെക്കുന്ന ഒരു കാലമുണ്ട്. തന്നെയല്ല, ഇപ്പോൾ ലീഗുകളൊക്കെ നടക്കുമ്പോൾ പല പല അക്കാഡമികളും ഫോം ചെയ്തു വരുമ്പോൾ പല ടീമുകളും ഫോം ചെയ്തു വരുമ്പോൾ ഇവർക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കായിക രംഗത്തിനോട് താല്പര്യമുള്ളവരും അവിടെ ജോലി തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.